ചെറുപ്പത്തിൽ പോവാൻ തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലവും വലുതായപ്പോൾ ഒരുപാട് പോവാൻ താല്പര്യമുള്ള ഒരു സ്ഥലത്തേക്ക് കേട്ടോ ഇന്നത്തെ എന്റെ യാത്ര. ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകൂടണേ. ഈ കഥ തുടങ്ങുന്നത് 2001 AMLP സ്കൂൾ പാലക്കോട്, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന സ്ഥലത്തെ ഒരു കുഗ്രാമം. അതാട്ടോ പാലക്കോട്. ഞാൻ 1 മുതൽ 5 വരെ പഠിച്ചത് ഇതാ ഈ ചെറിയൊരു സ്കൂളാട്ടോ. പക്ഷെ എത്രയെത്ര ഓർമ്മകൾ. അന്ന് സ്കൂളിലേക്ക് പോണില്ല എന്ന് പറഞ്ഞതിന് എത്ര തല്ല ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് അറിയോ. പക്ഷെ പോത്തോളം വലുതായതാട്ടോ ആ ജീവിതം എത്ര സുന്ദരമാണ് എന്ന് മനസ്സിലായത്. 2 കുട്ടികളെ തള്ളിയിട്ട് ഈ വരാന്തയിൽ കൂടെ നടക്കുമ്പോ സത്യം പറയല്ലോ ഞാനൊരു 6 വയസ്സുള്ള ഒരു ചെറിയൊരു കുട്ടിയായിട്ടോ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരെ. അയ്യോ ആരും ഓടല്ലോ, ഞാൻ വെറുതെ ഒരു പാട്ട് പാടിയതാ. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. വലിയ പഠിപ്പുകാരിയാവാൻ ഞാൻ ആദ്യമായിട്ട് കയറണത് ഈ ഒരു ഓഫീസ് റൂമിലാട്ടോ. എന്റെ വിചാരം ഇതാണ് ക്ലാസ് റൂം എന്നാ. ഞാൻ ആകെ പരിധി എവിടെ ഇരിക്കും. മേരി ടീച്ചറെ കൈയും പിടിച്ച് ഈ റൂമിലോട്ട് എത്തിയപ്പോ തുടങ്ങി നമ്മുടെ വിദ്യ എന്ന പൂരം. അയ്യോ കെരിമാഷ് വരുന്നു, ഓടിക്കോ. ഞങ്ങളെ ഹെഡ്മാഷാട്ടോ കെരിമാഷ്. മൂപ്പരെങ്ങാനും ഈ ആട്ടം കണ്ടിട്ടുണ്ടേ. ആകെ 5 ക്ലാസ്സും കുറച്ച് ടീച്ചർമാര് കുറെ കുറിപ്പിടിച്ച കുട്ടികളും ആദ്യം കേട്ടോ 2001 ഈ സ്കൂള്. പഠിക്കാൻ വലിയ തെറ്റില്ലാത്ത ആളായതുകൊണ്ടും ഡാൻസിനും മറ്റു പ്രോഗ്രാമിനൊക്കെ മുന്നിലുള്ളത് കൊണ്ടും ഞാൻ അവിടെ ഒരു കണ്ണിലുണ്ണി ആയിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനൊരു പൊട്ടക്കണറിലെ തവളയാണെന്ന്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ചാടിയപ്പോഴല്ലേ മനസ്സിലായത് ഞാനൊരു ലോക തോൽവിയാണെന്നുള്ളത്. ഞാൻ പോകുന്നത് കൊണ്ടോ നാട് പുരോഗമിച്ചത് കൊണ്ടോ എന്നറിയില്ല, സ്കൂളിന് പല മാറ്റങ്ങളും വന്നു കേട്ടോ. തിരിഞ്ഞു നിൽക്കണ നീലക്കോളാമ്പി കണ്ടപ്പോ പറിക്കാതിരിക്കാൻ തോന്നിയില്ല. പറിച്ചു ഒരു 5-6 എണ്ണം. ആഹാ എന്ത് രസാലേ കാണാൻ. ഇതാട്ടോ ഞാൻ പറഞ്ഞ വികസനം. ഒരു 2-3 പുതിയ ബ്ലോക്ക് ബിൽഡിംഗ് തന്നെ ആ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പണ്ട് ബദാമാർ എന്നില്ലേ. ആ എന്തായാലും ഇപ്പൊ അവിടെ അടയ്ക്കാമരാണ്. വന്നപ്പോ ആദ്യം കണ്ടൊരു അത്ഭുതം ദാ ഈ ഒരു ബിൽഡിംഗ് ആട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് ഓഫീസ് റൂമാണെന്ന്. അല്ല മക്കളെ, കിച്ചൺ കം സ്റ്റോർ, കിച്ചന്റെ ബിൽഡിംഗ് ആണത്. പണ്ടത്തെ നമ്മളെ കഞ്ഞിപ്പുര അതാണത്. വല്ലാത്തൊരു വികസനമായി പോയില്ലേ. പിന്നെ പാർക്ക്, ഇതും വികസനം തന്നെ. നമ്മളായ കാലത്ത് എന്ത് ചെയ്യുന്നു, കക്കകളി തൊട്ടുകളി പിന്നിട്ടൂറി സാറ്റ് കൊത്തങ്കല്ല് ഇതൊക്കെയാണില്ലേ PT പീരീഡ്. അതൊക്കെ ഒരു കാലം. ഭഗവാനെ ഞാൻ തള്ള വൈബായോ. നമ്മക്ക് എന്ത് വൈബില്ലേ. എന്തായാലും എന്റെ കുട്ടികൾ അവിടെ കടന്ന് അറഞ്ചും പറഞ്ചും അർമാദിച്ചണ്. CCTV ഉണ്ടെങ്കിൽ കെരിമാഷിന്റെ ഒരു വിളി അതെന്റെ അച്ഛന് ഉറപ്പാ. പ്രാരാബ്ദം തലയിൽ കയറി പണ്ടാറിറങ്ങി നിൽക്കുന്ന എന്റെ സങ്കടം ഇവറ്റുകൾ അറിയുന്നുണ്ടോ. അർമാദികളെന്നെ അർമാദികള്. വർഷങ്ങൾ പിന്നോട്ട് വരുന്ന വല്ല യന്ത്രവും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഞാൻ ഇവിടുത്തെ 1-ാം ക്ലാസ്സിൽ ഇരിപ്പുണ്ടാവും. ഇവിടുത്തെ പുതിയ ഗ്രൗണ്ടാട്ടോ. സ്റ്റേഡിയം ഉണ്ടാക്കാനാണെന്നൊക്കെയാ പറഞ്ഞു കേൾക്കണത്. കാര്യമായിട്ട് ഞങ്ങൾ കൂടുതൽ ഒരു ഡാൻസർ റീൽ എടുക്കാനാട്ടോ ഞങ്ങൾ വന്നത്. വീഡിയോ എടുക്കലും കഴിഞ്ഞ് സ്കൂളിനോട് ടാറ്റയും പറഞ്ഞ് പോരുമ്പോഴാട്ടോ ഒരു പറമ്പ് നിറച്ചും മത്തംവള്ളിയും കുമ്പളംവള്ളിയും. അതിന്റെ തളിരള കാണുമ്പോണ്ടല്ലോ താളിപ്പിന്റെ രുചി വായിൽ വരുന്നു. പണ്ട് റബ്ബർ തോട്ടത്തിന് ഒത്ത നടക്കിന്നിട്ടോ സ്കൂള്. ഇപ്പൊ റബ്ബറൊക്കെ വെട്ടി. പക്ഷെ എന്തോ ഒരു ഭംഗിയില്ലേ, പച്ചപ്പാൽ മൂടിയിട്ട പ്രദേശം. പോരുന്ന വഴിക്ക് ഒരുപാട് നൊസ്റ്റൊടിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടോ. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ. മഴത്തുള്ളിയാണെന്ന് പറഞ്ഞിട്ട് കണ്ണ് ചിമ്മി കണ്ണിന്റെ ഉള്ളിൽ തണുപ്പ് വരുത്തിയിരുന്നു ഈ സാധനം. നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനിതാ നമ്മുടെ കുട്ടികൾക്ക് കണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ട് കണ്ണന്റെ കണ്ണിൽ ഇതേപോലെ ആക്കി കൊടുത്തതാട്ടോ. ചിലർ ഇതിനെ കളിയാക്കും ചെയ്യട്ടോ. എന്തിന്റെ തുപ്പലാണെന്നോ പാമ്പിന്റെ തുപ്പലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുക്കുമ്പോ തന്നെ നമ്മളെ വെറുപ്പിക്കും. സത്യം എന്താണ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ. എന്തായാലും ഞാനും കുട്ടികളും ഇത് കുറെ എണ്ണം പറിച്ചു. എന്താ പെണ്ണുങ്ങളെ തരയണത്. പക്ഷെ കണ്ണിലൊന്നും ആക്കിയിട്ടില്ല. മൊത്തം മക്കൾക്ക് അതൊരു കൗതുകം കേട്ടോ. നമുക്കോ നമ്മളിത് എത്ര എണ്ണം ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് വല്ലതും അറിയോ. ഇതൊരു നൊസ്റ്റ് കേട്ടോ. ഇതെന്താ അറിയോ, പാമ്പും കായ. പാമ്പിന്റെ കായാണ് വിഷാട്ടാ. അതേപോലെ തന്നെ ഒരു നൊസ്റ്റ് കേട്ടോ ഈ കായ. പക്ഷെ ഈ കായ എന്തിൻ്റെയാണെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടും മനസ്സിക്ക് അങ്ങോട്ട് വരുന്നില്ല. അറിയണവരൊന്ന് കമന്റ് ചെയ്യോണ്ടേ. പണ്ടത്തെ ലവ് പ്രൊപ്പോസിന് ഉപയോഗിച്ചിരുന്ന റോസാപ്പൂ പെട്ടത് ഇതറിയോ നിങ്ങൾക്ക്. ഞാനിതൊരു ചെറിയൊരു ബൊക്കെയായിട്ട് എൻ്റെ ഒരു ചെക്കനെ ഞാൻ അങ്ങ് പ്രപ്പോസ് ചെയ്തു. കണ്ട ഓടി വരണ വരവ് കണ്ടോ. ഇതൊക്കെ പണ്ട് റബ്ബർ തോട്ടം കേട്ടോ. ഈ റബ്ബർ കയറി ഇറങ്ങിയ നമ്മളെ വീടാട്ടോ. പണ്ട് ബുക്ക് കൊണ്ടുവരാൻ മറന്ന ഇന്റർവെല്ലിന് ഈ റബ്ബർ അങ്ങോട്ട് ചാടി ഇറങ്ങും, ബുക്ക് എടുക്കും, ഇങ്ങടനെ ഓടും. സാധനം അറിയോ, മുണ്ടാമുണ്ടിക്കായ. മുണ്ടി തിന്നാ പോയി പെരും കയ്പ, വായ കേട് വരുത്തും. മുണ്ടാമുണ്ടിക്കായ പണ്ട് സ്കൂളൊക്കെ പോകുമ്പോ എത്രങ്ങാനും കഴിക്കുന്ന അറിയുമോ.
വികസിച്ചു, ഈ റോഡ് മാത്രം. കിടക്കുന്ന കിടപ്പ് കണ്ടോ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുടലും കയറുന്നതാ പുറത്ത്. റോഡ് കോൺക്രീറ്റ് ചെയ്ത് പൊളിഞ്ഞ് അതിനുള്ളിലത്തെ കമ്പിയാണ് ആ കാണുന്നത്. എന്ത് വികസനം അല്ലേ. ഒരു വഴിക്ക് കണ്ട മറ്റൊരു സംഭവമായിട്ടത്. ഓണക്കാലമായ മൂപ്പരെ കാണാൻ കിട്ടൂല. ഇപ്പൊ നോക്ക്, റോഡിന്റെ സൈഡിൽ വെറുതെ ഇരുന്ന് നമ്മളെ നോക്കി ചിരിക്കണ്. അയൽവാസിന്റെ വീട് കണ്ട ചിലർക്കൊക്കെ മനസ്സിലാവും. ഒരു നാടൻ ഫാമിലി അറിയോ? നമ്മുടെ തൊട്ട അയൽവാസി കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ ഇതുവരെയുള്ളൂ. എന്നെ കേട്ടിരുന്ന് സഹിച്ചതിന് താങ്ക് യു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ.